എല്ലാവർക്കും നമസ്തേ. പഴങ്ങളുടെ രാജാവെന്ന് മാമ്പഴത്തെ വിളിക്കുന്നത് വെറുതെയല്ല. ധാരാളം ധാതുക്കളും വൈറ്റമിനും ആൻറ്റി ഓക്സിഡൻറ്റുകളും നിറഞ്ഞ ഈ മാമ്പഴം നമ്മുടെ ഭക്ഷണക്രമത്തിലെ ഒരു മികച്ച കൂട്ടിച്ചേർക്കലാണ്. അങ്ങനെ ഈ മാമ്പഴ രാജാവിന് വെച്ച് ഒരു പുട്ടുണ്ടാക്കിയാലോ? വരൂ, ദീപാലക്ഷ്മി ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അതിനായി ഞാനിവിടെ എടുക്കുന്നത് 2 കപ്പ് അരിപ്പൊടി, ഇനി ഇതിലേക്ക് ജീരകം, ഏലക്ക, പിന്നെ നമ്മുടെ മാമ്പഴ സത്ത്, ഈ പുട്ടിനാവശ്യമായ തേങ്ങ, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നമുക്ക് മാമ്പഴ സത്തിട്ട് പതുക്കെ ഇളക്കി കൊടുക്കാം. ആദ്യം കുറച്ചിട്ട് നോക്കി ഒന്ന് ഇളക്കി കഴിഞ്ഞ് നമുക്ക് ആ പാകം നോക്കിയിട്ട് പിന്നെ ഇടാം. ഇനി അഥവാ അല്പം ഒന്ന് ലിക്വിഡ് ഫോം ആയെങ്കിൽ അല്പം കൂടെ പൊടി ഇട്ടൊന്ന് ബാലൻസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ഏലക്ക തരിയാക്കി പൊടിച്ചിടുക. ജീരകം കുറച്ചെടുത്ത് നമ്മുടെ കൈവെള്ളം ഇട്ട് നന്നായിട്ടൊന്ന് ഞെരടിയാൽ മതി. ഞെരടി ഇങ്ങോട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഇളക്കുക. ഏകദേശം ആ പുട്ടിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. ചില്ലിട്ട് തേങ്ങാപ്പീര നമുക്കിട്ട് കൊടുക്കാം. തേങ്ങാപ്പീര കൂടുന്നതനുസരിച്ച് അതിന് സ്വാദും കൂടും. ഇതുണ്ടല്ലോ, ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കറിയോ പഴമോ ഒന്നും വേണ്ട. അത്ര സോഫ്റ്റുമാണ്, അത്ര ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് പുട്ടുണ്ടാക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. കണ്ടോ, ഇതടച്ച് നമുക്ക് ഈ കുക്കറിൽ ആവി വന്നിട്ടുണ്ട്, അങ്ങോട്ട് വയ്ക്കാം. ആവി വന്നിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ് ആവി വന്ന് 2 മിനിറ്റ് കഴിഞ്ഞ് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് സെറ്റായിട്ടിരിക്കും. കണ്ടോ, ഇനി ഇങ്ങനെ ഓരോന്നായി നമുക്ക് ഉണ്ടാക്കി വെക്കാം. അടുത്തത് കുട്ടികൾക്കൊക്കെ ഇത് വളരെയേറെ ഇഷ്ടപ്പെടും. അത്ര സ്വാദാണ്. അങ്ങനെ നമ്മുടെ മാമ്പഴപ്പുട്ട് തയ്യാർ. നോക്കൂ എത്ര സോഫ്റ്റാന്ന്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കുമല്ലോ. എല്ലാവർക്കും നമസ്തേ.